ഹലോ. ഞാനാണെങ്കിൽ എൻ്റെ പ്രഗ്നൻസിയുടെ ആദ്യം തൊട്ടേ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നൊരു സംഭവമാണ് ഈ ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്. കാരണം ഞാനങ്ങനെ കുഞ്ഞു ബേബീസിന് വേണ്ടിയിട്ട് അങ്ങനെ ബേബി പ്രൊഡക്ട്സോ ഡ്രസ്സോ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എൻ്റെ 8th മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ തന്നെ ഞാൻ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. അപ്പോൾ 8th മന്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓൾമോസ്റ്റ് സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഞാൻ റെഡിയാക്കി ഓർഡർ ചെയ്തു. അപ്പോൾ 8th മന്ത് ആയപ്പോഴത്തേക്കും സംഭവങ്ങളൊക്കെ എനിക്ക് റിസീവ് ആവാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എക്സൈറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവമാണ് ഈ ഡ്രസ്സ്. കുഞ്ഞിന് വേണ്ടി തന്നെ അതുപോലെ നൈറ്റ് സ്യൂട്ട്, ബ്ലാങ്കറ്റ്, കുഞ്ഞി സോക്സ്, മിറ്റൻസ്, അതിൻ്റെ ഒരു സെറ്റൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എൻ്റെ കൈ കിട്ടിയപ്പോൾ. എല്ലാം ഇതിലുള്ള ഓരോ പ്രോഡക്റ്റ്സും ഞാൻ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുള്ള കുറേ ഐറ്റംസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം ഭയങ്കര സ്മൂത്തായിരുന്നു, സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിൽ ഓരോ പ്രോഡക്റ്റ്സ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു. ഇനിയിപ്പോൾ കുഞ്ഞിനെ ഇടിപ്പിച്ച് കാണുമ്പോൾ എനിക്കതിലും വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും എനിക്ക് കിട്ടാനില്ല. അപ്പം ജസ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്സ് എല്ലാം ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ഒരു ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അതാണ്ട് ഇതൊരു വൈറ്റ് സ്ലീപ്പ് സ്യൂട്ടാണ്, സിബൊക്കെ വെച്ചിട്ടുള്ളത്. രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഇടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് സൈസ് ഉണ്ട്, എനിക്ക് ലൂസാണോ എന്ന് ഡൗട്ടൊക്കെ തോന്നിയായിരുന്നു. അതിൻ്റെ ഒരു 2 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഫുൾ സ്ലീവ് ജബ്ലാസ് 2 എണ്ണം വാങ്ങി. അതാണ് ആദ്യം കാണിച്ചത്. അത് 2 എണ്ണം വാങ്ങി. അങ്ങനെ കൂടുതൽ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ബേബീസ് പെട്ടെന്ന് ഔട്ട് ഗ്രോത്ത് ആവും എന്നുള്ളത് ഇങ്ങനെ ഞാൻ കണ്ടു. പിന്നെ വെറുതെ ഈ ഡ്രസ്സ് വാങ്ങി കൂട്ടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വളരെ കുറച്ച് ഡ്രസ്സ് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ചെറിയ സോഫ്റ്റ് കോട്ടനായിട്ടുള്ള ടവൽസാണ്. ഇതൊരു 5 എണ്ണം വരുന്നൊരു സെറ്റായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ട്. അഫോർഡബിൾ റേറ്റ് ആയിരുന്നു. ഒരു 150 റുപ്പീസിൻ്റെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല ക്യൂട്ട് പ്രിൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. 5 എണ്ണം എനിക്കിഷ്ടമായി. ഇതെല്ലാം ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിയത്. 5 എണ്ണം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. നമ്മൾ ഈ കുട്ടികളൊക്കെ എന്താ പറയുക, കൗട്ടൊക്കെ ചെയ്യുമെന്ന് പറയില്ലേ, അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലായിരുന്നു. അതിനൊരു 5 സെറ്റ്. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു 2 നാപ്പിയുടെ സെറ്റായിരുന്നു. നാപ്പി എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലായിരുന്നു. കട്ടിയെന്ന് പറഞ്ഞാൽ ലെയേർഡായിരുന്നു. ഒരു 5-6 ലെയർ വരുന്ന ഒരു കോട്ടൺ നാപ്പിയാണ്. എന്ന് വെച്ചാൽ ഒരു പീയൊക്കെ ഹോൾഡ് ചെയ്യുന്നൊരു ലീക്കേജ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നോർമൽ നമ്മളിപ്പം മുണ്ട് മടക്കി വെക്കുന്ന പോലത്തെ, അതിന് പകരം നമുക്ക് ഇതാണ് വെൽക്രോ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 2 എണ്ണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 എണ്ണം വാങ്ങിയതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇത്രത്തോളം ഇത് പീ ഹോൾഡ് ചെയ്യുന്നുള്ളത്. പിന്നെ വാങ്ങിയത് ഈ ഒരു നോർമൽ ഒരു 4 ജവല സെറ്റ്. അതും നല്ല ക്യൂട്ട് പ്രിൻസിലാണ്. ബട്ടണുള്ളതാണ് ഞാൻ വാങ്ങിയത്. ബട്ടണിന് പ്രസ് ബട്ടൺ. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതൊന്നും ഞാൻ വാഷ് ചെയ്തിട്ടില്ല. ജസ്റ്റ് വന്നപ്പോഴേ ഞാൻ ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റോട് പൊട്ടിച്ചെല്ലാം ഇങ്ങനെ നോക്കി. അപ്പോൾ പ്രസ് ബട്ടൺ കുറച്ച് ഹാർഡായതുപോലെ തോന്നി. കഴുകിടുമ്പോൾ റെഡി ആവുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതിലോരോന്നും നല്ല പ്രിൻസായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്യൂട്ട് പ്രിൻസായിരുന്നു. അങ്ങനെ ഓരോ പ്രിൻസ് എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ വരുന്നത് ഈ ഒരു ക്രിങ്കിൾഡ് മസ്ലിൻ വരുന്നൊരു ബാത്ത് ടവലായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കോട്ടൺ തന്നെയാണ്. എന്ന് വെച്ചാൽ ക്രിങ്കിൾഡ് മസ്ലിൻ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും. കോട്ടൺ മെറ്റീരിയലാണ്. ഒരു ലെയേർഡ് ആയിട്ടാണ് വരിക. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ഒരു 4-5 ലെയർ വരുമെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ടത് പറയാൻ അറിയത്തില്ല. പക്ഷെ നല്ല സോഫ്റ്റ് മെറ്റീരിയലായിരുന്നു. ഭയങ്കര സോഫ്റ്റായിരുന്നു. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടവലായിരുന്നു. നല്ല പ്രിൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു ടവലാണ്. അതായത് കുഞ്ഞിന് ബ്ലാങ്കറ്റായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടവൽ പോലത്തെ ഒരു സംഭവം. ഞാൻ വെച്ചു കിടക്കുമ്പോഴൊക്കെ വിരിക്കാനോ അല്ലെങ്കിൽ പുതയ്ക്കാനോ ഒക്കെ, അല്ലെങ്കിൽ സ്വാഡിൽ ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഇതും ക്രിങ്കിൾഡ് മസ്ലിന് വരുന്ന ഒരു ബ്ലാങ്കറ്റാണ്. നല്ല ക്യൂട്ട് പ്രിൻസ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇത് എനിക്ക് തന്നെ കിടന്നുറങ്ങാൻ തോന്നിയൊരു ടൈപ്പ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2 ക്യാപ് സെറ്റിൻ്റെ ഒരു 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ബൂട്ടീസും വരുന്നുണ്ട്, മിറ്റൻസും വരുന്നുണ്ട്, ക്യാപ്പും വരുന്നുണ്ട്.
അങ്ങനെ 2 ഷെയ്ഡിൽ വരുന്ന ക്യാപ്പിൻ്റെ സെറ്റായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് കാണുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര വലുതാണ് കേട്ടോ. കാരണം 2 കുഞ്ഞ് മിറ്റൻസ്, കുഞ്ഞതാണ്. ന്യൂ ബോൺ സൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതല്ലേ. ഞാൻ വെച്ചാൽ ഇതൊക്കെ കുഞ്ഞിന് കയറുമോ എന്നൊക്കെയാണ് എനിക്കപ്പോൾ. അത്രയും ചെറുതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് മെറ്റീരിയലായിരുന്നു. അതെനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് ഒരു റിസീവിങ് ടവലാണ്. അപ്പോൾ ഇത് രണ്ടും കണ്ടിട്ട് ഒരേപോലെ തന്നെ തോന്നുക, പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഹൂഡഡായിട്ടുള്ളൊരു ടവലാണിത്. അത് നമുക്ക് റിസീവിങ് ടവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇതും നല്ല ക്യൂട്ട് പ്രിൻസാണ്. അത്ര ബ്ലാങ്കറ്റിന് അത്ര കട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെ സ്വാഡിൽ ചെയ്യാനും എടുത്തുകൊണ്ട് നടക്കുമ്പം യൂസ് ചെയ്യാനും ഒക്കെ, പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ. എനിക്ക് എല്ലാ പ്രിൻസും ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടല്ല. കളർ തന്നെ ഒരു ഐവറി ഷെയ്ഡിൻ്റെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വൈറ്റ് ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും ഞാൻ വാങ്ങി, എനിക്ക് തന്നെ മതി എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ കൂടെ ഒരു ബെൽറ്റൊക്കെ വരുന്നുണ്ട്. ഞാൻ തന്നെ വാങ്ങിയത്, കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല. ഞാനൊരു ഇൻസ്റ്റ പേജിൽ നിന്നാണ് ഇതെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ന്യൂ മമ്മേഴ്സിനൊക്കെ ഈ വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.